നാടമുറിച്ചു കഴിഞ്ഞു. പെരുമ്പളത്തിന്റെ അഭിമാന മുഹൂർത്തത്തെ വാനോളം ഉയർത്തിക്കൊണ്ട് 10,000 അടങ്ങുന്ന ജനസഞ്ചയത്തിന്റെ ആർപ്പുവിളികളും താളമേളങ്ങളുമായി ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലും ആലപ്പുഴയുടെ അഭിമാനമായ സജി ചെറിയാനും B പ്രസാദും അടക്കമുള്ള മന്ത്രിമാർ ഇതാ ഈ പാലത്തിലൂടെ കടന്നു വരികയാണ്. ഈ നാടിന് ശാപമോക്ഷവുമായി കടന്നു വരികയാണ്. ഈ പാലം പൂർത്തിയായപ്പോൾ ഒരു കുഞ്ഞു പാദം നിഹാല് നമ്മുടെ ഈ പാലത്തിലൂടെ കടന്നു വന്നു. ആ പാലം ഔദ്യോഗികമായി ഇത്തരം കുഞ്ഞു മനുഷ്യർ, വലിയ മനുഷ്യർ, ഈ കേരളത്തിന്റെ ഏറ്റവും ജനകീയനായ, ഈ കേരളത്തിന്റെ അഭിമാനമായ, അസാധ്യമെന്ന് നമ്മൾ കരുതിയ പെരുമ്പളം പാലത്തെ എത്രയോ പേർ അസാധ്യമെന്ന് എഴുതി തള്ളിയ നമ്മുടെ സ്വപ്നത്തെ സാധ്യമാക്കാൻ, അസാധ്യമായതെന്തും സാധ്യമാക്കുന്ന കേരളത്തിന്റെ കരുത്ത്, കേരളത്തിന്റെ വികസന നായകൻ, ബഹുമാന്യനായ ആരാധ്യനായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർകൾ ഇതാ കടന്നു വരികയാണ്. ഈ ഭൂമിയുടെ പുണ്യമായി, ഈ ഭൂമിയുടെ അനുഗ്രഹമായി ഈ പാലം വരുമ്പോൾ ഈ അനുഗ്രഹ പുണ്യം നമുക്ക് നൽകിയ ജനകീയ സർക്കാരിന്റെ വികസന നായകൻ പിണറായി വിജയൻ ഇതാ കടന്നു വരികയാണ്. ഈ നാടിന്റെ മോചനത്തിന്റെ യാത്രാ ദുരിതങ്ങളിൽ നിന്ന്, കണ്ണീർ കയങ്ങളിൽ നിന്ന് ഞങ്ങൾ കുടഞ്ഞെറിയുന്ന ദിവസമാണിന്ന്. ഈ ദിവസം ഞങ്ങൾക്ക് സ്വർഗീയമാണ്. ഈ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹീതമാണ്. ഈ ദിവസം ഞങ്ങളുടെ സങ്കടങ്ങളെ, ഞങ്ങളുടെ കണ്ണീരുകളെ കുടഞ്ഞെറിയുന്ന ദിവസമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ഈ വരവേൽപ്പ് ഒരുപാട് ഹൃദയങ്ങളുടെ, ഒരുപാട് ആത്മാക്കളുടെ, ഒരുപാട് മനുഷ്യന്റെ പോരാട്ട വീര്യത്തിന്റെ, ഒരുപാട് മനുഷ്യരുടെ സമരാവശ്യങ്ങളുടെ ഒരു ജനകീയ സർക്കാരിന്റെ നല്ല ചെവി, നല്ല കണ്ണ്, നല്ല കാത്, നല്ല പ്രവൃത്തി, അതാണ് ഇന്നത്തെ ഈ പാലത്തിന്റെ ഉദ്ഘാടനത്തിലൂടെ സംഭവിക്കുന്നത്. ഇതാണ് ജനകീയ സർക്കാർ, ഇതാണ് ജനായത്ത വികസനം, ഇതാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസനം എന്ന പ്രഖ്യാപനമാണ് ഇന്ന് ഈ മണ്ണിൽ നടക്കുന്നത്. ബഹുമാന്യനായ ആരാധ്യനായ നവകേരളത്തിന്റെ വികസന നായകൻ പിണറായി വിജയൻ അവർകൾ കടന്നു വരികയാണ്. മുഹമ്മദ് റിയാസ്, KN ബാലഗോപാൽ, സജി ചെറിയാൻ, B പ്രസാദ്, ദലീമ MLA, മുൻ MP ആരിഫ്, ബഹുമാനപ്പെട്ട ആലപ്പുഴ MP KC വേണുഗോപാൽ തുടങ്ങിയ ജനനേതാക്കൾ കടന്നു വരികയാണ്. പെരുമ്പളത്തിന്റെ അഭിമാനം, പെരുമ്പളത്തിന്റെ അന്തസ്, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ശിരസുയർത്തി, തല ഉയർത്തി അഭിമാനത്തോടുകൂടി നമ്മൾ നിൽക്കുന്ന ദിവസമാണിന്ന്. ഇന്ന് നമ്മുടെ അഭിമാന ദിവസമാണ്. ആ അഭിമാന ദിവസത്തിന്റെ താളമേളങ്ങളാണ്, തപ്പ് തുടികളാണ് ഈ കേൾക്കുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ താളം അതിന്റെ ആവേശത്തിന്റെ അലയിൽ ഉയരെ 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 എത്തുമ്പോൾ കടന്നു വരുന്നു അഭിമാന കേരളത്തിന്റെ, നവകേരളത്തിന്റെ ശില്പി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ കരുത്തുറ്റ നിരയിൽ ഉള്ളവരും കടന്നു വരികയാണ്. ഈ മണ്ണിന് അനുഗ്രഹ വർഷവുമായി കടന്നു വരികയാണ് കേരളത്തിന്റെ ജനകീയ വികസനത്തിന്റെ, നവകേരള വികസനത്തിന്റെ നായകൻ കടന്നു വരികയാണ്. യാത്രാ ദുരിതത്താൽ അകപ്പെട്ടുപോയ, ദുഃഖിച്ചുപോയ ഒരു നാടിന് ശാപമോക്ഷവുമായി, പാദസ്പർശവുമായി നവകേരളത്തിന്റെ വികസന നായകൻ ബഹുമാനപ്പെട്ട ആരാധ്യനായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർകൾ കടന്നു വരുന്നു. ഒരു ഗ്രാമം അതിന്റെ സ്വപ്നങ്ങളെ കൈപ്പിടിയിലാക്കിയ ഒരു ദിവസമാണിന്ന്. ഈ പാലം
കേവലം ഒരു യാത്രാമാർഗം മാത്രമല്ല, ജനങ്ങൾക്ക് ജീവനാശ്രയ ഈ വെമ്പനാടിന്റെ ജലായങ്ങളിൽ നിന്ന് എത്രയോ സ്വപ്നങ്ങളാണത്. ജലം കൊണ്ട് മുറിവേറ്റ ജനങ്ങൾക്ക് ജീവിതാഭിമാനം തിരികെ എത്തിയ ജനകീയ സർക്കാരിന്റെ സമ്മാനമാണിത് ഈ പാലം. കേരളത്തിന്റെ വികസന ഭൂപടത്തിൽ ഒരു സുവർണ അധ്യായം കൂടിയാണ് ഇന്ന് എഴുതി ചേർക്കപ്പെടുന്നത്. വാഗ്ദാനം പാലിക്കാനുള്ളതാണെന്നും വികസനം ജനങ്ങളിലേക്ക് എത്തുന്നതാണെന്നും പ്രവൃത്തിയിലൂടെ തെളിയിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളെ കരുത്തുറ്റ നേതൃത്വത്തിൽ കീഴിൽ പെരുമ്പളം ദ്വീപ് നിവാസികൾ പതിനൂറ്റാണ്ടായ സ്വപ്നങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. അസാധ്യമായതിനെ സാധ്യമാക്കുന്ന നവകേരള നിർമ്മിതിയുടെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നമ്മുടെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ഈ പെരുമ്പല പാലം. മനീഷ് മഹിവാലിക്ക്. മനീഷ്, ഇപ്പോൾ 100 കോടിയിൽ പരം രൂപ ചെലവിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും നീളമേറിയ പാലമാണ്. പാലം ഉദ്ഘാടന ചടങ്ങിൽ തന്നെ നാട്ടുകാർ മുഴുവൻ വലിയ സാന്നിധ്യമായി അവിടെ എത്തുകയാണ്. അവരെ സംബന്ധിച്ചത് ഒരു KSRTC ബസ് ആ പാലത്തിലൂടെ കടന്നു പോകുന്നു. വർഷങ്ങളായി, കാലങ്ങളായി, പതിറ്റാണ്ടുകളായുള്ള അവരുടെ ഒരു യാത്രാ ദുരിതമാണ് ഇതോടുകൂടി അവസാനിക്കുന്നത്. ബസ്സിലും നിറയെ യാത്രക്കാരുമായി ബസ് ഇതാ പാലത്തിലൂടെ കടന്നു പോവുകയാണ്. മനീഷ്, അതേ സ്മൃതി, വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ്. ഒരു കാലത്തും നടക്കുകയില്ല, അതൊരു സ്വപ്നം മാത്രമായിരിക്കുമെന്ന് ആ ജനത അല്ലെങ്കിൽ ആ കരയുടെ മറുവശത്തുള്ള പടിഞ്ഞാറേക്കരയുള്ള ആളുകൾ വിചാരിച്ചിരുന്നു. ഒറ്റപ്പെട്ട ഒരു തുരുത്തിൽ താമസിക്കുന്ന അങ്ങോട്ടേക്ക് ഒരു KSRTC ബസ് കടന്നു ചെല്ലുക, അത് അസാധ്യമാണ്, അതൊരു സ്വപ്നം മാത്രമാണ് എന്ന് വിചാരിച്ചിരുന്നു ജനത. അങ്ങനെ ആ ജനതയുടെ അടുത്തേക്ക് പക്കലേക്ക് ചെല്ലാൻ വള്ളത്തിലോ ബോട്ടിലോ ജങ്കാറിലോ ഒക്കെ തന്നെ മണിക്കൂറുകൾ അവിടേക്ക് എത്തണം, അല്ലെങ്കിൽ അവിടെ നിന്ന് തിരികെ പോകാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് ഇപ്പോഴിതാ ഒരു KSRTC ബസ് കടന്നു പോകുന്ന മനോഹരമായ കാഴ്ചയാണ്. അത് കേവലം 10,000-ഓളം വരുന്ന ആ ജനത, അവിടെ താമസിക്കുന്ന ദ്വീപ് ജനതയുടെ മാത്രം സ്വപ്ന സാക്ഷാത്കാരമല്ല, കേരള ജനതയുടെ ആകെ അഭിമാന നിമിഷം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോഴിതാ ആ പെരുമ്പളം പാലം കടന്നുകൊണ്ട് അവിടെ എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴിതാ ആ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം അദ്ദേഹം കൂടി സംസാരിക്കും. ഈ പാലത്തെ സംബന്ധിച്ചും ഈ പാലത്തിന്റെ ഈ നിർമ്മാണ ഘട്ടത്തിലുണ്ടായിരുന്ന പല വെല്ലുവിളികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കും. കാരണം വളരെ സങ്കീർണമായിരുന്നു. വേമ്പനാട്ട് കായൽ പോലെയുള്ള വലിയ ആഴമേറിയ ഒരു കായലിന് കുറുകെ ഇത്രയും 1 കിലോമീറ്റർ കൂടുതൽ ദൂരമുള്ള ഒരു പാലം പണിയിക്കുന്നത് സംബന്ധിച്ച് സർക്കാരിനെ സംബന്ധിച്ച് അതിന്റെ ഫണ്ട് മാത്രമല്ല, അതിന്റെ നിർമ്മാണത്തിലെ സങ്കീർണതകൾ, വെല്ലുവിളികളൊക്കെ തന്നെ വലിയ ഭാഗമായിരുന്നു. ഒപ്പം തന്നെ അത് പരാജയപ്പെട്ടു പോയാലോ ആ പാലം നിർമ്മാണത്തിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ സർക്കാരിന് വലിയ വെല്ലുവിളിയായിരുന്നു. ആ വെല്ലുവിളികളെ ഒക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് ഒരു ജനതയ്ക്ക് വേണ്ടി സ്വപ്ന സാഫല്യം എന്നോണം ആ പാലം പണിതു. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ആ നാടമുറിച്ച പാലത്തിലൂടെ തന്നെ മുഖ്യമന്ത്രി കടന്നു വന്നു. ഒരു KSRTC ബസ് കൂടി കടന്ന് അങ്ങോട്ടേക്ക് എത്തുന്നു. ആ വേദിയിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നു. മുഖ്യമന്ത്രിക്ക് ഇനി എന്ത് പറയാനുണ്ട്? അങ്ങനെ സർക്കാരിന്റെ ഏറ്റവും വലിയ അഭിമാന പദ്ധതി, കായലിന് കുറുകെയുള്ള ഏറ്റവും വലിയ ഒരു പാലം, ആ പാലത്തിന്റെ നിർമ്മാണത്തിന് ശേഷം മുഖ്യമന്ത്രി എന്ത് പറയുന്നു? നേരത്തെ നമ്മൾ കേട്ടതാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് കൂടി അദ്ദേഹത്തിന്റെ ഇപ്പോൾ നടത്തിയ ഈ ഒരു മന്ത്രി എന്ന നിലയിൽ നടത്തിയ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ഏറ്റവും മികച്ചതെന്ന് ഉയർത്തിക്കാട്ടാൻ പറ്റിയ, ചരിത്രത്തിലടക്കം അടയാളപ്പെടുത്തുന്ന ഒരു പാലമാണ്. അങ്ങനെ ചരിത്രത്തിൽ കൂടി നാളെ ഭാഗമാകാൻ പോകുന്ന പെരുമ്പളം നിവാസികളുടെ സ്വപ്നം കൂടിയായിട്ടുള്ള ഈ പെരുമ്പളം പാലം 106 കോടി രൂപ മുടക്കി, കിഫ്ബിയിൽ നിന്ന് മുടക്കി സർക്കാർ അത് പല വെല്ലുവിളികളും നടത്തിയ അഭിമാന പദ്ധതി ഇപ്പോഴിതാ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അങ്ങനെ കേരളത്തിന്റെ ആകെ ടൂറിസം വികസനത്തിന് കൂടി വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന പാലമാണ്. ഒരു കാലത്ത് ആ ദ്വീപിലുള്ള കുട്ടികൾക്ക് പോലും പുറമെ പോയി ഉന്നത വിദ്യാഭ്യാസം നടത്താനോ ആശുപത്രികളിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ പോകാൻ പോലും പറ്റാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇനി ആ ദ്വീപിലെ ആ സ്ഥിതി മാറും. അവിടെയുള്ള കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നടത്താൻ കഴിയും. അവിടെയുള്ള ആളുകൾക്ക് അത്യാവശ്യ അടിയന്തര ഘട്ടങ്ങളിൽ ഏറ്റവും നല്ല ചികിത്സ ലഭ്യമാക്കാൻ റോഡ് മാർഗം അവരെ കൊണ്ടുപോകാനുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകും.